ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബംഗ്ലാദേശ് അതിർത്തിയിൽ കണ്ണുനട്ട് ഭാരതം. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി കനത്ത സുരക്ഷ. നുഴഞ്ഞുകയറ്റം തടയാൻ നിരീക്ഷണം ശക്തമാക്കി BSFും അസം പോലീസും. ജമ്മു കശ്മീർ കിഷ്ത്വാറിൽ ജെയ്ഷെ ഭീകരരുടെ ഒളിത്താവളം വളഞ്ഞ് സൈന്യം. ബംഗ്ലാദേശിൽ തെരുവിലിറങ്ങി ഹൈന്ദവ സമൂഹം. അതിക്രമങ്ങൾക്കെതിരെ ധാക്കയിലടക്കം പ്രതിഷേധ റാലി. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അപലപനീയമെന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസ്. ഡൽഹി സർവകലാശാലയിൽ ABVP പ്രതിഷേധം. സംസ്ഥാനത്ത് അവയവക്കടത്ത് സജീവം. കൊടുങ്ങല്ലൂർ തീരദേശ മേഖല കേന്ദ്രീകരിച്ചും മാഫിയ. 7 മാസത്തിനിടെ ഒരു പഞ്ചായത്തിൽ മാത്രം വൃക്കദാനത്തിന് തയ്യാറായത് 7 പേർ. വയനാട്ടിൽ ജനകീയ തെരച്ചിൽ. 6 സോണുകൾ കേന്ദ്രീകരിച്ച് 2000-ഓളം പേരുടെ പരിശോധന. ഇനിയും കണ്ടെത്താൻ 126 പേർ. പുഴകൾ കേന്ദ്രീകരിച്ച് സൈന്യം. വയനാട് ദുരിത സഹായത്തെ ചൊല്ലി യൂത്ത് കോൺഗ്രസിൽ തമ്മിലടി. സമാഹരിച്ച തുക വകമാറ്റി ചെലവഴിച്ചെന്ന ആക്ഷേപം. കോഴിക്കോട് യൂത്ത് കോൺഗ്രസിൽ നേതാക്കൾക്കെതിരെ പരാതി. കർണാടക തുംഗഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്നു. അണക്കെട്ട് തകരാതിരിക്കാൻ മുഴുവൻ ഗേറ്റുകളും തുറന്നു. പരിസര ജില്ലകളിലടക്കം അതീവ ജാഗ്രത. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ഏകോപന സമിതി. വാർത്തകളിലേക്ക് വിശദമായി. വയനാട് ദുരന്ത മേഖലകളിൽ ജനകീയ തിരച്ചിൽ തുടരുന്നു. പരപ്പൻപാറയിൽ നടത്തിയ തിരച്ചിലിൽ പുഴയോട് ചേർന്ന ഭാഗത്ത് നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി. സന്നദ്ധ പ്രവർത്തകരും ഫോറസ്റ്റ് സംഘവും സ്ഥലത്ത് കൂടുതൽ തിരച്ചിൽ നടത്തുന്നു. 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ. വിവിധ യുവജന സംഘടനകളും തിരച്ചിലിനുണ്ട്. 2000-ഓളം പേരാണ് ഇന്നത്തെ തിരച്ചിലിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പുകളിലുള്ള സന്നദ്ധരായവരെയും തിരച്ചിലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 126 പേരെ കൂടി ഇനിയും കണ്ടെത്താനുണ്ട്. അതേസമയം ദുരന്ത ഭൂമിയിലെത്തിയ വനം മന്ത്രി AK ശശീന്ദ്രൻ വികാരാധീനനായി. ദുരന്തമുഖത്തെ തിരച്ചിൽ ദൗത്യം ശേഷം തിരിച്ചെത്തിയ തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ സൈനികാംഗങ്ങൾക്ക് പ്രൗഢോജ്വലമായ സ്വീകരണം. വന്ദേമാതരം മുഴക്കിയായിരുന്നു സഹപ്രവർത്തകരെ ക്യാമ്പിലേക്ക് സ്വീകരിച്ചത്. വയനാടിനെ ചേർത്തുപിടിച്ച ഭാരതത്തിന്റെ സൈന്യം ദൗത്യം പൂർത്തീകരിച്ചാണ് അവരുടെ ക്യാമ്പിലേക്ക് പാങ്ങോടേക്ക് എത്തുന്നത്. ഊഷ്മളമായ സ്വീകരണമാണ് പാങ്ങോട് ക്യാമ്പിലേക്ക് അവരുടെ സഹപ്രവർത്തകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ദിവസം നീണ്ടുനിന്ന ദുഷ്കരമായ തിരച്ചിൽ ദൗത്യം പൂർത്തിയാക്കിയാണ് സൈനികർ ഇന്നലെ വൈകിട്ട് മടങ്ങിയെത്തിയത്. 171 പേരടങ്ങുന്ന സംഘത്തിന് പാങ്ങോട് ക്യാമ്പിലെ സഹപ്രവർത്തകർ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. ഇടപ്പഴഞ്ഞു മുതൽ ക്യാമ്പ് വരെ സഹപ്രവർത്തകരെ സ്വീകരിക്കാൻ സൈനികർ റോഡിന് ഇരുവശങ്ങളിലും അണിനിരന്നു. കുളച്ചൽ സ്റ്റേഡിയത്തിന് മുന്നിൽ ഇറങ്ങിയ സൈനികരെ ക്യാമ്പിലേക്ക് വന്ദേമാതര വിളിയോടെയാണ് ആനയിച്ചത്. വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ പലയിടത്തും ജനങ്ങൾ സൈനികർക്ക് സ്നേഹാദരവർപ്പിച്ചു. ക്യാപ്റ്റൻ തുഷാർ, ക്യാപ്റ്റൻ സൗരഭ് എന്നിവരുടെ സംഘമാണ് പാങ്ങോട് നിന്നും വയനാട്ടിലെത്തിയത്. ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്തിലും റോഡ് മാർഗവുമാണ് സൈന്യം തിരുവനന്തപുരത്ത് നിന്നും രക്ഷാപ്രവർത്തനത്തിനായി പോയത്.
പാങ്ങോട് ക്യാമ്പിലെ 12 സൈനികർ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോഴും വയനാട്ടിൽ തുടരുകയാണ്. ഒരു നാടിന്റെ മുഴുവൻ സ്നേഹം ചേർത്തു വച്ചുകൊണ്ടാണ് രാജ്യത്തിന്റെ കാവലാളായ ഈ സൈന്യം അവരുടെ ക്യാമ്പിലേക്ക് തിരിച്ചു മടങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ വിജു സായിക്കൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. വയനാട്ടിലെ ദുരന്ത മേഖലകളിൽ ജനകീയ തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി അർജുൻ ഒപ്പം ചേരുന്നുണ്ട്. അർജുൻ, തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? അതായത് നാട്ടുകാരടക്കം ഇറങ്ങിക്കൊണ്ടുള്ള തെരച്ചിലാണ് ഇവിടെ നടക്കുന്നത്. ജനപ്രതിനിധികളുണ്ട്, അത്തരത്തിൽ സന്നദ്ധ സംഘടനകളടക്കം ഇവിടെ തെരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഈ തെരച്ചിലിൽ ഒരു മൃതദേഹാവശിഷ്ടം ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അട്ടമല ഭാഗത്തെ ഡാമിൻ പരിസരത്തു നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു മൃതദേഹാവശിഷ്ടം അല്ലെങ്കിൽ ഒരു ശരീരാവശിഷ്ടം ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലാണ് ഇവിടെ പുരോഗമിക്കുന്നത്. മാത്രമല്ല ആ സ്ഥലത്തെ വീടുകളിലുള്ള ക്യാമ്പുകളിലുള്ള ആളുകൾ അവരടക്കം ഇവിടെ വന്ന തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സൂചന. അത്തരത്തിൽ അവരടക്കം ഇവിടെ വന്ന തെരച്ചിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വികാരവിധമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ കാണുവാൻ സാധിക്കുന്നത്. അതായത് ക്യാമ്പിലുള്ളവരടക്കം ഇവിടെ എത്തുന്നു. തങ്ങളുടെ വീടുകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും ആകാത്ത രീതിയിൽ മണ്ണടിഞ്ഞ ആ പ്രദേശത്ത് എത്തി തെരച്ചിൽ നടത്തുന്ന ആളുകളെയാണ് നമുക്ക് ഈ പ്രദേശങ്ങളിൽ ആകെ കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ. ശശീന്ദ്രൻ കഴിഞ്ഞ കുറച്ചു നേരം അല്പസമയം മുമ്പ് എവിടെ എത്തുകയും ഒരു കുട്ടിയുമായി സംഭാഷണം നടത്തിയ ശേഷം ആ കുട്ടി അച്ഛനെ തെരഞ്ഞു വന്നതായിരുന്നു. ആ കുട്ടിയുമായി സംസാരിച്ചതിന് ശേഷം വലിയ രീതിയിൽ വികാരിതനാവുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. അത്തരത്തിൽ നമ്മളെയൊക്കെ കരൾ അലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. സ്വന്തം അച്ഛനെ തേടി അല്ലെങ്കിൽ സ്വന്തം അമ്മയെ തേടി തങ്ങളുടെ ആ മകനെ തേടിയൊക്കെ വരുന്ന ആളുകളെ നിരവധി പേരെയാണ് നമുക്ക് ഈ തെരച്ചിലിൽ കാണുവാൻ പറ്റുന്നത്. അത്തരത്തിൽ വലിയ മൺകൂനകൾക്കിടയിൽ ഒളിഞ്ഞു കിടക്കുന്ന തങ്ങളുടെ വീടുകൾ കണ്ടുപിടിക്കുവാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ ആ ഒരു വിഷമങ്ങളൊക്കെ കടിച്ചമർത്തിക്കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഇവിടെയുള്ള തെരച്ചിലുകളിൽ പങ്കാളികളാകുന്നത് എന്നുള്ള ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകർക്ക് അടക്കം കാണിക്കുവാനുള്ളത്. മാത്രമല്ല ഈ തെരച്ചിലിന് ഹിറ്റാച്ചി അടക്കമുള്ള JCB അടക്കമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ആ തെരച്ചിൽ പുരോഗമിക്കുന്നത്. നാളെയും ഇത്തരത്തിൽ തെരച്ചിൽ പുരോഗമിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 120 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അത്തരത്തിൽ മിസ്സിംഗ് ആയവരാണ്. അവരെ ഇതുവരെയും കണ്ടെത്തുവാനായിട്ടില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ പുരോഗമിക്കുകയാണ്. നാളെയും ഇത്തരത്തിലുള്ള തെരച്ചിൽ 6 സോണുകളായി തിരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ തെരച്ചിൽ നടത്തുന്നത്. പുഞ്ചിരിമട്ടം, അതുപോലെ തന്നെ മുണ്ടക്കൈ, ചൂരന്മല മേഖലകളിലടക്കം തെരച്ചിൽ നടത്തുന്നു. ചാലിയാറിന്റെ തീരപ്രദേശങ്ങളിലടക്കം തെരച്ചിൽ നടക്കുന്നു. ഈ പ്രദേശങ്ങളിലാകെ കാട് നിറഞ്ഞ ചില പ്രദേശങ്ങളുണ്ട്. അതായത് സൂചിപ്പാറ മേഖലകളിലടക്കം ഈ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്താൻ വലിയ സാഹസികമായി വേണ്ടിവരും. അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടേറിയ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തണമെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ എയർലിഫ്റ്റ് അടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കണമുണ്ട്. ശരി അർജുൻ, ഏതായാലും ഒരു തിരച്ചിൽ മാത്രമല്ല, അത് ജനകീയ തിരച്ചിലാകുമ്പോൾ വൈകാരികമായ രംഗങ്ങൾ സ്വാഭാവികമാണ്. കാരണം അവിടെ വസിച്ചവർ, അവിടെ ഉറ്റവർക്കൊപ്പം കഴിഞ്ഞവർ, ഒരുമിച്ച് നടന്നവരൊക്കെ ആ ഭൂമിയിലേക്ക് പരിശോധിക്കാനെത്തുമ്പോൾ അവർക്ക് താങ്ങാനാവില്ല. വളരെയധികം നന്ദി അർജുൻ. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി തങ്ങൾ സ്വരൂക്കൂട്ടിയ കൊച്ചു സമ്പാദ്യങ്ങളെല്ലാം കൈമാറി കാരുണ്യസ്പർശമാവുകയാണ് സഹോദരിമാർ. ദുരന്തത്തിൽ അനാഥരായ സമപ്രായക്കാരെ ഓർത്ത് മനസ്സ് നീറിയപ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായം അവർക്കെത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പള്ളിക്കര സ്വദേശികളായ ഗായത്രിയും ഗൗരിശ്രീയുമാണ് തങ്ങളുടെ സമ്പാദ്യം സേവാഭാരതിയെ ഏൽപ്പിച്ചത്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായത് മുതലുള്ള വാർത്തകളെല്ലാം ഇവരെയും ഒരുപാട് നൊമ്പരപ്പെടുത്തി. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഒരു നിമിഷം എല്ലാം നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെയെങ്കിലും ദത്തെടുക്കാൻ കഴിയുമോ എന്നായിരുന്നു ഗായത്രിയും അനുജത്തി ഗൗരിശ്രീയും അച്ഛനമ്മമാരോട് ആദ്യം തിരക്കിയത്. എന്നാൽ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നതിലെ സങ്കീർണത അച്ഛനും അമ്മയും ബോധ്യപ്പെടുത്തിയതോടെയാണ് കഴിഞ്ഞ 2 വർഷമായി സ്വരൂപിച്ച തുകയെല്ലാം വയനാടിനായി സേവാഭാരതി ഏൽപ്പിക്കാൻ കുട്ടികൾ തീരുമാനിച്ചത്. ഞങ്ങൾ ആദ്യം പേപ്പർ വായിച്ചപ്പോൾ ഇങ്ങനെ കുറേ ദുരന്തകഥയൊക്കെ കണ്ടു. അപ്പോൾ കുറേ കുട്ടികൾ ഞങ്ങളെപ്പോലെയുള്ളവർ അനാഥരായി ഇരുന്നല്ലോ. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അതിന് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്, നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ. അപ്പം ഞാനിവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ട്യൂഷൻ എടുത്ത് കിട്ടുന്ന ഫീസ് ഞാൻ 2 മാസത്തെ ഫീസ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അത് ഡിസൈഡ് ചെയ്തപ്പോൾ ഇവള് പറഞ്ഞു അവളുടെ കയ്യിലും കുറച്ച് സേവിങ്സ് ഉണ്ട്, അതും കൂടി കൂട്ടി നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് അച്ഛനും അമ്മയും അമ്മൂമ്മയും ഒക്കെ കുറച്ച് കോയിൻസ് തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചുമ്മാ കൂട്ടി വെച്ചു. അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ ചേച്ചി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനായ PR കണ്ണന്റെയും രജിതയുടെയും മക്കളാണ് എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ MA ഇന്റഗ്രേറ്റഡ് സോഷ്യൽ സയൻസിന് പഠിക്കുന്ന ഗായത്രിയും വടയമ്പാടി പരമപട്ടായ കേന്ദ്രീയ വിദ്യാലയത്തിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഗൗരിശ്രീയും. ഗായത്രി ട്യൂഷനെടുത്ത് സമ്പാദിച്ച തുകയാണ് സേവാഭാരതിക്ക് കൈമാറിയത്. ദേശീയ സേവാഭാരതി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി AN ബിജുവും കുന്നത്തുനാട് സേവാഭാരതി ഭാരവാഹികളും ചേർന്ന് സഹായനിധി ഏറ്റുവാങ്ങി. ജനം, കൊച്ചി. വയനാടിന് നാടൊന്നാകെ സഹായഹസ്തമൊരുക്കുമ്പോൾ കൂടെ കൂടുകയാണ് കുട്ടികൾ. കോഴിക്കോട് തോട്ടുമുക്കം GUP സ്കൂളിലെ കുട്ടികൾ ഇത്തരത്തിൽ മാതൃകയാവുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താൻ ദേശീയ പതാകകൾ വിൽക്കുകയാണ് ഇവർ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി ദേശീയ പതാകകൾ വീടുകളും കടകളും കയറിയിറങ്ങി വിൽക്കുകയാണ് കുട്ടികൾ. കുട്ടികളുടെ നല്ല മനസ്സ് കണ്ടറിഞ്ഞ് ഓട്ടോ തൊഴിലാളികളടക്കം പതാകകൾ നിറഞ്ഞ മനസ്സോടെ വാങ്ങിക്കുകയാണ്. ഓഗസ്റ്റ് 15-ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വരൂപിക്കുന്ന തുക കൈമാറാനാണ് തീരുമാനം. പ്രസിഡന്റ്, ഞങ്ങൾ GUPS തോട്ടുമുക്കം സ്കൂളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഫ്ലാഗ് ചലഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചലഞ്ച് സ്വീകരിച്ചിട്ട് വയനാട്ടിലേക്കുള്ള ഇത് വിറ്റിട്ട് ഞങ്ങൾ വയനാട്ടിലേക്കുള്ള തുക കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വട്ടം ഞങ്ങൾ ഇവിടെ ഇതെല്ലാം കൊടുത്തതാണ്, കളിപ്പാട്ടങ്ങള് എല്ലാം കുട്ടികളെ സഹകരിച്ചിട്ട് ഞങ്ങൾ കൊടുത്തതാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളൊന്ന് സഹകരിക്കുക. കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവാണ് ഫ്ലാഗ് ചലഞ്ച് ഉദ്ഘാടനം ചെയ്തത്. കുട്ടികളുടെ പ്രവർത്തനം മികച്ചതും മാതൃകാപരമാണെന്നും നാടിനൊന്നാകെ അഭിമാനം പകരുന്നതാണെന്നും ദിവ്യ ഷിബു പറഞ്ഞു. വയനാട്ടിലുണ്ടായ ദുരന്തം നമ്മളെല്ലാവരും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്ന ഒരു ദാരുണമായ സംഭവമാണ്. അതിനോട് ചേർന്നുകൊണ്ട് കൊടിയത്തൂർ പഞ്ചായത്തിലെ എൻ്റെ വാർഡിലെ തോട്ടുമുക്കം GUPS സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. അതോടൊപ്പം GUP സ്കൂൾ തോട്ടുമുക്കം ഏറ്റെടുത്തിട്ടുള്ള ഫ്ലാഗ് ചലഞ്ചിന് ഞാനും പങ്കാളിയാകുന്നു. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ കൈകോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് വരുവാൻ നമുക്കൊന്നിച്ചു നിൽക്കാം. പ്രധാന അധ്യാപിക ഷെറീനയും PTA ഭാരവാഹികളും രക്ഷിതാക്കളും കുട്ടികൾക്ക് പിന്തുണയുമായി കൂടെ തന്നെയുണ്ട്. വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഇത് 2ാം തവണയാണ് തോട്ടുമുക്കം സ്കൂളിലെ കുട്ടികൾ കൈകോർക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിലെ കൂട്ടുകാർക്കായി ശേഖരിച്ച കളിപ്പാട്ടങ്ങളുമായി കുട്ടികളും അധ്യാപകരും ചുരം കയറിയിറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. ജനം, കോഴിക്കോട്. പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾ ഭീതിയിലാണ്. ഈ സമയത്തും അധികാരികളുടെ മൗനസമ്മതം കൊണ്ട് ക്വാറി മാഫിയകൾ കാർന്നു തിന്നുന്നത് അവരുടെ സ്വൈരജീവിതം കൂടിയാണ്. ഇതിനൊരു നടപടി വേണമെന്നാണ് റിപ്പൺ വാളത്തൂരിലെ ജനങ്ങളുടെ ആവശ്യം. മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ തീരാ നോവാണ്. വയനാട്ടിലെ പല സ്ഥലങ്ങളും റെഡ് സോൺ ആണെന്ന് അധികാരികൾ തന്നെ പറയുന്നു. എന്നാൽ ഇന്നും ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നത് ചില ക്വാറി മാഫിയകളുടെ പ്രവർത്തനമാണ്. ഇത് മുപ്പേനാട് പഞ്ചായത്തിലെ വാളത്തൂർ ചീരമട്ടം എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഇവിടെ ഏകദേശം ഒരു 600ഓളം വീടുകൾ നിലവിലുണ്ട്. ഈ കോറിക്ക് പ്രവർത്തന അനുമതി കിട്ടിയത് തൊട്ടടുത്ത് തന്നെ 45 മീറ്റർ ചുറ്റളവിൽ ഒരു വീടുണ്ട്. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഉദ്യോഗസ്ഥർ കോറി മാഫിയയെ സഹായിച്ചത്. ഇത് വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നതാണ്. ഇപ്രാവശ്യം ഈ കോറിക്ക് വേണ്ടി മണ്ണെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇവിടുത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ ക്യാമ്പിൽ പോയി താമസിക്കേണ്ടി വന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു വലിയ ദുരന്തത്തിൻ്റെ ഇതിലാണ് വയനാട്ടിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടായ കാരണങ്ങളൊക്കെ ഇങ്ങനെ കോറിക്ക് കൊടുത്ത ലൈസൻസിനാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇനി ഈ കോറി ഇവിടെ പ്രവർത്തിക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കുള്ളൂ. കാരണം അതിന് ഏതറ്റം വരെ ഞങ്ങൾക്ക് പൊരുതേണ്ടി വന്നാലും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് മുണ്ടക്കൈ എന്ന് പറഞ്ഞ പ്രദേശം. അവിടെ നമുക്കൊക്കെ നമ്മുടെ മുൻകാല തലമുറകൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു കോറി ഉണ്ടായിരുന്നു, അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പൊട്ടിയതെന്നൊക്കെ. അപ്പോൾ ഇനിയും ഇവിടെ കോറി അനുവദിച്ചാൽ ഇതുപോലത്തെ ഒരു ദുരന്തം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇതിനെ അനുവദിക്കില്ല. ഇന്നലെ വരെ നമ്മൾ ഇവിടുന്ന് ഒരു ഭൂചലനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലല്ലേ. അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഹൈക്കോടതിൻ്റെ ഇത് വന്നിട്ടുള്ളത്.
ഇങ്ങനെ ചെരുവുള്ള പ്രദേശങ്ങളിൽ മണ്ണെടുക്കരുതെന്ന് പറഞ്ഞിട്ട് ജിയോളജീൻ്റെ വകുപ്പ് അത് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾക്ക് ചെറിയ സമാധാനം, ഇവരിപ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ചെയ്യാണ്ട് നിൽക്കുമെന്നും ഇവർ പറയും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു രംഗത്ത് വരും. അപ്പോൾ നമ്മളൊന്നും അറിയാണ്ടാണ് അധികാരികൾ ഇതിന് അനുമതി കൊടുക്കുന്നത്. അപ്പോൾ അത് എതിർക്കണം, അത് വരാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളെ കുറേ തീരുമാനം. ഇവിടെയാണ് കോറിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയ മുണ്ടക്കായ്. ഹാഡിസിസ് നോക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ ഉള്ളൂ. ആ മുണ്ടക്കായ് പോലത്തെ ഒരു മലമ്പ്രദേശമാണ് ഇവിടെ. ഇവിടെ താഴ്വാരങ്ങൾ ഒരുപാട് വീടുകളുണ്ട്. ഇവിടെ തഹസിൽദാർ വന്നിട്ട് 43 മീറ്ററിൽ വീടുകളുണ്ട്. റെഡ് സോൺ എന്നുള്ള പേപ്പേഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഉണ്ടായിരിക്കുകയാണ് കോറിക്ക് ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും ലൈസൻസ് പുതുക്കി കൊടുത്തിട്ടുള്ളത്. ജനങ്ങൾ ഇവിടെ ഒറ്റക്കെട്ടായി സമരം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ദുരന്തമല്ലാതെ ജനങ്ങളൊക്കെ ഇവിടെ നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ മുണ്ടക്കായൻ്റെ മുമ്പ് ഇവിടെ ഉരുൾപൊട്ടി എല്ലാവരും നിലമ്പൂർ എത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഇവിടെ സമരം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഇവിടുത്തെ അധികാരികൾ ഉദ്യോഗസ്ഥരൊക്കെ ഈ കോറിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഇവിടെ ചെയ്തു കൊടുക്കുകയാണ്. അത് മുണ്ടക്കായാണ്. ഇവിടെ നമുക്ക് കുറഞ്ഞ കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ ആ മുണ്ടക്കായ് പൊട്ടുന്ന ശരിക്കും ശബ്ദം ഞങ്ങൾ കേട്ടതാണ്. രാത്രി ഞങ്ങൾ 2 മണിക്ക് ആ സൗണ്ട് കേട്ടിട്ട് ഇവിടുത്തെ എല്ലാവരും പേടിച്ചിട്ട് ഇതിന് മുകളിലാണ് നിന്നത്. അത്രത്തോളം ഭീതിയിലാണ് ഈ കോരിയും കൂടി വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് ഭയങ്കര പ്രയാസമുണ്ട് ഇവിടെ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ എന്തായാലും ഈ കോരി ഏതറ്റം വട്ട പോയാലും ഞങ്ങളിത് തടയന്നെ ചെയ്യും. കാരണം ഞങ്ങൾക്ക് വേറെ രക്ഷ, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഇവിടെ ഭീഷണി ആയതുകൊണ്ട് ഞങ്ങൾ എന്ത് വില കൊടുത്താലും ഇത് തടയന്നെ ചെയ്യും. ഇതാണ് ഇവിടെയുള്ള ജനങ്ങളുടെ വാക്കുകൾ. ഈ പ്രദേശത്താണ് ഇത്തരമൊരു കോറി വരുന്നത്. അധികാരികൾ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ മറ്റൊരു വലിയ ദുരന്തത്തിന് കൂടെ നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ക്യാമറമാൻ അനുജാനാവറിനൊപ്പം എം മനോജ്, ജനം, വയനാട്. മറ്റു വാർത്തകളിലേക്ക്. കർണാടകയിലെ കൊപ്പാൽ ജില്ലയിലെ തുംഗഭദ്ര അണക്കെട്ടിൻ്റെ ഒരു ഗേറ്റ് തകർന്നു. പൊട്ടിയ ഡാമിൽ നിന്ന് 35,000 ക്യൂസെക്സ് വെള്ളം പുറത്തേക്കൊഴുകി. ഇതേ തുടർന്ന് കൊപ്പൽ, വിജയനഗര, ബെല്ലാരി, റായ്ചൂർ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സൂർക്കി അണക്കെട്ടാണ് തുംഗഭദ്ര. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ ആദ്യമായാണ് തുംഗഭദ്രയിൽ ഇത്തരത്തിലൊരു അപകടം. 1953 നിർമ്മാണം പൂർത്തിയാക്കി അണക്കെട്ട് കമ്മീഷൻ ചെയ്യുന്നത്. ശനിയാഴ്ച രാത്രി 11:10 തുംഗഭദ്ര ഡാമിന്റെ 19ാമത്തെ ഷട്ടറിന്റെ ചങ്ങല പൊട്ടുന്നതായി അറിയിപ്പെത്തുന്നത്. ഗേറ്റിലെ ചെങ്കല്ലുകൾ പൊട്ടുകയായിരുന്നു. കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമിന് ശേഷമുള്ള രണ്ടാമത്തെ വലിയ സുർക്കി അണക്കെട്ടാണ് തുംഗഭദ്ര. ആകെ 35 ഗേറ്റുകളാണ് അണക്കെട്ടിനുള്ളത്. പൊട്ടിയ ഗേറ്റിലൂടെ വൻതോതിൽ വെള്ളം പുറത്തേക്ക് വന്നതോടെ ഡാം തകരുന്നത് തടയാൻ എല്ലാ ഗേറ്റുകളും തുറന്നു. ഉടൻ തന്നെ പ്രളയ മുന്നറിയിപ്പ് സംസ്ഥാനത്തിന് നൽകി. കൊപ്പൽ, വിജയനഗര, ബെല്ലാരി, റായ്പൂർ ജില്ലകളിൽ അതീവ ജാഗ്രതയാണ്. കർണാടക, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലെ കൃഷിയിടങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന ജലസംഭരണിയാണ് തുംഗഭദ്ര. അതേസമയം ഡാമിന്റെ സുരക്ഷയ്ക്ക് മറ്റു മാർഗങ്ങളില്ലെന്നാണ് കൊപ്പൽ ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി ശിവരാജ് തങ്കടകി പറയുന്നത്. തുംഗഭദ്ര അണക്കെട്ടിലെ 65 TMC വെള്ളം പുറത്തുവിടാതെ 19ാം ഗേറ്റിൽ അറ്റകുറ്റപ്പണി നടത്താനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ജനം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കോടതിയിൽ തമിഴ്നാടിന്റെ വാദങ്ങൾ ജയിക്കാനാണ് കേരള സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റസൽ ജോയ്. വിഷയത്തിൽ ഇടതു വലതു മുന്നണികൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ജനകീയ പ്രതിഷേധം നടത്തുമെന്നും റസൽ ജോയ് വ്യക്തമാക്കി. ബംഗ്ലാദേശ് അട്ടിമറിക്ക് പിന്നിൽ വിദേശകരങ്ങളെന്ന് വിലയിരുത്തൽ. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് പിന്നിൽ പാക്, ചൈന അച്ചുതണ്ടെന്ന് സംശയം. ഹസീനയെ രാജ്യത്തെ ഇസ്ലാമിക് ഭീകരവാദികളും എതിർത്തിരുന്നു. കലാപത്തിന് പിന്നിലെ പാകിസ്ഥാൻ ISIയുടെ പങ്കാളിത്തം തുറന്നു പറഞ്ഞ് ഹസീനയുടെ മകൻ സജീബ് വാസദ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ആഭ്യന്തര പ്രശ്നങ്ങളെക്കാൾ ബാഹ്യശക്തികളാണ് പ്രതിഷേധങ്ങൾ നയിക്കുന്നതെന്ന് നജീബ് വ്യക്തമാക്കി. അതേസമയം സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ബംഗ്ലാദേശ് അതിർത്തിയിൽ ഭാരതം സുരക്ഷ കർശനമാക്കി. നുഴഞ്ഞുകയറ്റ സാധ്യത കണക്കിലെടുത്ത് BSF അസം പോലീസ് അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കി. ബംഗ്ലാദേശ് കലാപത്തിൽ ഹിന്ദുക്കൾക്ക് നേരെ നടന്നത് 205 വലിയ ആക്രമണങ്ങൾ.
രാജ്യത്ത് 52 ജില്ലകളിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടു. അതേസമയം ധാക്ക അടക്കമുള്ള നഗരങ്ങളിൽ പ്രതിഷേധ റാലിയുമായി ആയിരക്കണക്കിന് ഹിന്ദുക്കൾ തെരുവിലിറങ്ങി. ബംഗ്ലാദേശ് ഹിന്ദു, ബുദ്ധിസ്റ്റ്, ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ, ബംഗ്ലാദേശ് പൂജാ പരിഷത്ത് എന്നീ സംഘടനകളാണ് ആക്രമണത്തിന്റെ കണക്കുകൾ പുറത്തുവിട്ടത്. പ്രധാനമന്ത്രി സ്ഥാനം ഷെയ്ഖ് ഹസീന രാജിവെച്ച ശേഷം 205 ആക്രമണങ്ങളാണ് ഹിന്ദുക്കൾക്ക് നേരെയുണ്ടായത്. ബംഗ്ലാദേശിൽ ആകെയുള്ള 64 ജില്ലകളിൽ 52 ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടു. ആക്രമണത്തിന്റെ കണക്കുകളും തെളിവുകളും ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനിസിന് ഹിന്ദു നേതാക്കൾ കൈമാറി. അതേസമയം കഴിഞ്ഞ ദിവസം ഹൈന്ദവ സംഘടനകൾ നടത്തിയ പ്രതിഷേധ റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. തലസ്ഥാനമായ ധാക്ക, തുറമുഖ പട്ടണമായ ചിറ്റഗോങ്, ബറേലി എന്നിവിടങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി. ഹിന്ദുക്കളെ കൂടാതെ ഇസ്ലാമിക ആക്രമണത്തിന് ഇരകളാകുന്ന ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി വിഭാഗക്കാരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. ജനം, ഡൽഹി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായ കെ നട്വർ സിംഗ് അന്തരിച്ചു. ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. നട്വർ സിംഗിന്റെ മരണത്തോടെ നയതന്ത്ര ലോകത്തിനും വിദേശ നയത്തിനും മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിയെ നഷ്ടമായി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചത്. 1931 രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിലായിരുന്നു നട്വർ സിംഗിന്റെ ജനനം. ഭാരതത്തിലെ അടിയന്തരാവസ്ഥക്കാലത്ത് ബ്രിട്ടനിൽ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറായിരുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ തന്നെ ഭരണകാലത്ത് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി. IFSൽ നിന്നും നേരത്തെ വിരമിച്ചാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് നട്വർ സിംഗ് എത്തുന്നത്. രാജീവ് ഗാന്ധി സർക്കാരിൽ ആദ്യം ഇരുമ്പുരുക്ക്, ഖനി, കാർഷിക വകുപ്പ് മന്ത്രിയായും പിന്നീട് വിദേശകാര്യ സഹമന്ത്രിയായും പ്രവർത്തിച്ചു. PV നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി അകന്ന അദ്ദേഹം AD തിവാരി, അർജുൻ സിംഗ് എന്നിവരോടൊപ്പം ഓൾ ഇന്ത്യ ഇന്ദിരാ കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. എന്നാൽ വീണ്ടും മാതൃസംഘടനയിലേക്ക് മടങ്ങിയെത്തി. ഡോക്ടർ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായെങ്കിലും ഭക്ഷ്യ എണ്ണ കുംഭകോണത്തിൽ സ്വന്തം മകന്റെ പേര് കൂടി ഉൾപ്പെട്ടതോടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ടി വന്നു. 2014 പ്രസിദ്ധീകരിച്ച ആത്മകഥ വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് നിരവധി ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത്. 1984 രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, ജനം. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. അസുഖബാധിതനായിരിക്കെ ചികിത്സയിലിരിക്കെയാണ് മരണം. 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. 3 തവണ MLA ആയിരുന്നു. മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം പ്രസിഡന്റ്, STU മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, തിരൂർ MSM പോളിടെക്നിക് ഗവേണിംഗ് ബോഡി ചെയർമാൻ തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. യൂട്യൂബിൻ്റെ മുൻ CEO സൂസൻ വോജിസ്കി അന്തരിച്ചു. ശ്വാസകോശ അർബുദത്തെ തുടർന്ന് 2 വർഷമായി ചികിത്സയിലായിരുന്നു. യൂട്യൂബിൻ്റെ ആഗോള വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് സൂസൻ വോജിസ്കി. 2015 ടൈം മാഗസിൻ ലോകത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന 100 വ്യക്തികളിൽ ഒരാളായി തിരഞ്ഞെടുത്തയാളാണ് സൂസൻ. ഇന്റർനെറ്റിലെ ഏറ്റവും കരുത്തുറ്റ വനിതയായും സൂസൻ വോജിസ്കി അറിയപ്പെട്ടിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം തൃശൂർ കൊടുങ്ങല്ലൂർ തീരമേഖലയിൽ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കുന്നു. എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം പഞ്ചായത്തുകളിലെ തീരദേശ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് സംഘങ്ങൾ സജീവമായിട്ടുള്ളത്. കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ ഒരു പഞ്ചായത്തിൽ മാത്രം 7 പേരാണ് വൃക്കദാനത്തിന് സന്നദ്ധരായത്. കോഴിക്കോട് ആംബുലൻസിന്റെ വഴിമുടക്കിയ കാർ ഡ്രൈവർക്കെതിരെ കേസ്. വടകരയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വന്ന ആംബുലൻസിനാണ് കാർ വഴികൊടുക്കാതിരുന്നത്. KL 86A 0001 ബെൻസ് കാറിന്റെ ഉടമയ്ക്കെതിരെയാണ് കൊയിലാണ്ടി പോലീസ് സ്വമേധയാ കേസെടുത്തത്. %75 ബസ്സുകളെങ്കിലും ലാഭകരമാക്കണമെന്ന് KSRTCക്ക് നിർദ്ദേശം നൽകി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യം യാതൊരു കാരണവശാലും ഉണ്ടാക്കരുതെന്നും നിർദ്ദേശം. കളക്ഷൻ കുറവായ റൂട്ടുകൾ റീഷെഡ്യൂൾ ചെയ്യണമെന്നും ഉദ്യോഗസ്ഥരോട് മന്ത്രി ആവശ്യപ്പെട്ടു. നിശ്ചയിച്ചു നൽകിയ ടാർജറ്റ് അനുസരിച്ച് സർവീസ് നടത്താനാണ് KSRTCക്ക് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. ബസ് പണിയായാൽ സ്പെയർ ബസ് ഉപയോഗിച്ച് ക്യാൻസലേഷൻ ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശവും മന്ത്രി നൽകിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി യാത്രക്കാർക്കായി KSRTCയിൽ വരും മാസങ്ങളിൽ പുത്തൻ ബസ്സുകളുടെ ചാകരയാണ്.
സ്വകാര്യ ബസ്സുകളിൽ നിന്നും ഏറ്റെടുത്ത ട്രാക്ക് ഓവർ റൂട്ടുകളിലേക്കായി 220 ഫാസ്റ്റ് പാസഞ്ചർ ബസ് വാങ്ങാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. 40 സീറ്റ് ബസ്സാണ് ഉദ്ദേശിക്കുന്നത്. സീപ്പർ, മിനി സീപ്പർ ബസ്സുകൾ വാങ്ങുന്നതും ആലോചനയിലാണ്. ഏതൊക്കെ ടിപ്പുകളിൽ നിന്നും ഇവ ഓവർലൈറ്റ് ചെയ്യണമെന്ന വിവരം യൂണിറ്റ് അധികാരികളോട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒക്ടോബർ 10 മുതൽ പുതിയ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം AC ബസ്സുകൾ ഓടിത്തുടങ്ങും. ഓർഡിനറി സർവീസ് നടത്തുന്നതിനായി 2 വാതിലുള്ള 305 മിനി ബസ്സുകൾ വാങ്ങുന്നതിലേക്കുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. പണി കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ വീണ്ടും കുത്തിപ്പൊളിച്ച് തലസ്ഥാനത്തെ റോഡുകൾ. വഴുതക്കാട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനും ശ്രീമൂലം ക്ലബിനും ഇടയിലുള്ള സ്മാർട്ട് റോഡാണ് ഇലക്ട്രിസിറ്റി ലൈൻ ഇടാനും വാട്ടർ അതോറിറ്റിക്കും വേണ്ടി പൊളിച്ചത്. റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു. നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയും അതോടൊപ്പം തന്നെ സ്മാർട്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതാവസ്ഥയും ഒക്കെ പലതവണ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം തിരക്കിട്ട് ടാറിട്ട് പൂർത്തിയാക്കി സ്മാർട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കിയെന്ന് മന്ത്രി തന്നെ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ ഉറപ്പ് നൽകിയതാണ്. അല്ലെങ്കിൽ അത് മാധ്യമങ്ങൾ പ്രതികരിച്ചതുമാണ്. ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന റോഡ് എന്ന് പറയുന്നത് വഴുതക്കാടുള്ള കോട്ടൺ ഹിൽ സ്കൂളിലേക്കും അതോടൊപ്പം തന്നെ ഈ വഴുതക്കാട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലൊക്കെ പോകുന്ന സ്ഥലത്തേക്കുള്ള ശ്രീമൂലം ക്ലബ്ബുമായി ചേർന്ന് വരുന്ന ഒരു റോഡാണ്. ഈ റോഡ് വളരെ വൃത്തിയായിട്ട് 4 ജംഗ്ഷനുകളോട് കൂടുതൽ റോഡാണ്. വളരെ വൃത്തിയായിട്ട് തന്നെ റോഡിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി, സ്മാർട്ട് റോഡിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി ഗതാഗതത്തിന് അനുയോജ്യമാകുന്ന രീതിയിൽ തുറന്നു കൊടുത്തു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ റോഡിൻ്റെ അവസ്ഥ നമ്മളൊന്ന് കാണിച്ചു തരാം. ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരാഴ്ച മുമ്പാണ് ഈ റോഡ് വാട്ടർ അതോറിറ്റിക്കാർ വന്ന് കുത്തിപ്പൊളിച്ചത്. കാരണം നഗരത്തിലെ ഡ്രൈനേജ് സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ നഗരത്തിലെ മാലിന്യ സംസ്കരണം, ഡ്രൈനേജ് സംവിധാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ റോഡിനടിയിൽ കൂടിയാണ് പോകുന്നത് എന്നാണ് നഗരസഭ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ളത് ഈ മേഖലയിലുമാണ്. അപ്പോൾ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിക്കൊണ്ട് പൂർത്തിയാക്കിയ റോഡിൻ്റെ അവസ്ഥയാണ്. ഇതിനടിയിൽ ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം വളരെ വൃത്തിയാക്കിയിട്ട് തന്നെ ചെയ്തിരുന്നു. അതിനുശേഷം ഇതിൻ്റെ പുറത്ത് ടാറിങ് വന്നതിന് ശേഷം റോഡ് സഞ്ചാരയോഗ്യമാക്കിയിട്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. പക്ഷേ അതിനുശേഷം ഒരാഴ്ച മുമ്പാണ് ഈ റോഡ് വാട്ടർ അതോറിറ്റി വന്ന് വീണ്ടും കുത്തിപ്പൊളിച്ചതിന് ശേഷം നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഇതിനടിയിൽ എന്താണ് പ്രവർത്തനങ്ങളെന്ന് ഇതുവരെ സ്മാർട്ട് റോഡോ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പോ അല്ലെങ്കിൽ നഗരസഭയോ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തുവിടുന്നില്ല. ഈ ഡ്രൈനേജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ അടിയിൽ കൂടി കേബിൾ പോകുന്നതുമായി ബന്ധപ്പെട്ട് എന്തോ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടാണ് റോഡ് ഇത്രയും ആഴത്തിൽ വീണ്ടും കുത്തിപ്പൊളിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുജനങ്ങളുടെ പണമാണ്. വളരെ സഞ്ചാരയോഗ്യമായ രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി എന്ന് വാദിച്ചുകൊണ്ട് തുറന്നു കൊടുത്ത റോഡാണ് ഇത്തരത്തിൽ വീണ്ടും കുത്തിപ്പൊളിക്കുന്നത്. ഇത് വാട്ടർ അതോറിറ്റിയും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ തർക്കങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ഈ റോഡ് ഇനി എന്ന് തുറക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല, അല്ലെങ്കിൽ എന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് നിശ്ചയം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ റോഡ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ കുത്തിപ്പൊളിക്കുന്നത്. വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ പണി പൂർത്തിയാക്കും, വാട്ടർ അതോറിറ്റി വന്ന് കുത്തിപ്പൊളിക്കും. അല്ലെങ്കിൽ ആ പണി റോഡിനടിയിൽ ചെയ്യേണ്ട പണികളൊന്നും പൂർത്തിയാക്കാതെ ഇത് വീണ്ടും ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളുടെ എല്ലാ അവസ്ഥയും തന്നെയാണ്. പൂർത്തിയാക്കി എന്ന് വാദിച്ചുകൊണ്ട് തുറന്നു കൊടുക്കുന്ന റോഡുകളെല്ലാം പിന്നീട് വന്ന് കുത്തിപ്പൊളിക്കുന്നു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് ഈ റോഡിൻ്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അവരാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് വേണം നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്ത റോഡ് ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊളിച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെലവഴിക്കുന്നത്. അപ്പോൾ പൊതുജനത്തിൻ്റെ പണം ഒരു കണക്കില്ലാതെ
ചെലവഴിച്ച് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചെലവഴിച്ച് കളയുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ റോഡിൻ്റെ നിർമ്മാണം ഇങ്ങനെയൊന്നും വാർത്തയാകില്ല, പക്ഷേ വാർത്തയാക്കേണ്ടി വന്നത് എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ട് ഒരു മാസം പോലും ആകുന്നില്ല. വളരെ വൃത്തിയായിട്ട്, വളരെ ഭംഗിയായിട്ട്, വളരെ വീതി കൂടിയ രീതിയിൽ ചെയ്ത റോഡാണ് ഇപ്പോൾ ഇത്തരത്തിൽ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത്. ക്യാമറമാൻ ബിജു പരവൂരിനോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം. ഇടുക്കിയിൽ വീണ്ടും അപകടയാത്ര ചെയ്ത് യുവാക്കൾ. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് റൂട്ടിലാണ് ഓഫ് റോഡ് ജീപ്പിൽ സാഹസിക യാത്ര നടത്തിയത്. വിനോദസഞ്ചാരികളെയും കൊണ്ടുപോയ ജീപ്പാണ് അപകടകരമായ രീതിയിൽ ഓടിച്ചത്. വഴിയിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾക്കും അപകടമുണ്ടാക്കുന്ന വിധത്തിലായിരുന്നു യാത്ര. അനാസ്ഥയുടെ കൊടുമുടിയായി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി. ദിവസവും നൂറുകണക്കിന് ആളുകൾ ചികിത്സയ്ക്കായി എത്തുന്ന ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ആശുപത്രിയിലെ ആംബുലൻസ് കട്ടപ്പുറത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പുതിയ ആംബുലൻസ് ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ വാഗ്ദാനവും പാഴ്വാക്കായി. വിവിധ ഭാഷാ തൊഴിലാളികളടക്കം ദിവസവും നൂറുകണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിയാണ് മതിയായ സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നത്. 24 മണിക്കൂർ പ്രവർത്തിച്ചിരുന്ന ലാബ് ഇപ്പോൾ 8 മണിക്കൂർ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അൾട്രാസൗണ്ട് സ്കാനിംഗ് മുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. കിടത്തി ചികിത്സ നാമമാത്രമായി. 216 ബെഡുകൾ ഉണ്ടെങ്കിലും ഭൂരിഭാഗവും ഒഴിഞ്ഞു കിടക്കുകയാണ്. ആശുപത്രിയിലെ 1-2 വാർഡുകളിൽ ബെഡുകൾ മൂലക്ക് കൂട്ടിയിട്ടിരിക്കുന്നു. 6 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലാണ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി. ഇവിടെ നിന്നാണ് ഈ 6 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മരുന്ന് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ചികിത്സയ്ക്കായി ഇവിടേക്ക് വിടുന്ന ആളുകളെ ആരെയും തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയോ അവർക്ക് വേണ്ട ചികിത്സകൾ സൗകര്യമൊരുക്കുകയോ ചെയ്യാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. മറ്റ് ആശുപത്രികളിലേക്ക് ആളുകളെ വിടുന്ന ഒരു ഏജൻസിയായാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത്. 3.5 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും അവ മുടങ്ങിക്കിടക്കുകയാണ്. 20 ഡോക്ടർമാർ വേണ്ടിടത്ത് RMO, ശിശുരോഗ വിദഗ്ധൻ, സർജൻ എന്നിവർ ഉൾപ്പെടെ 5 ഡോക്ടർമാരുടെ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മറച്ചാണ് മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ പുതിയ കെട്ടിടത്തിന്റെ പണി നടക്കുന്നത് 1 കൊല്ലമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെ മരുന്ന് സൂക്ഷിക്കുന്ന സ്ഥലം പോലും ചോർന്നൊലിച്ചതുകൊണ്ട് പടത മേടിച്ചിട്ട് ആണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ 24 മണിക്കൂറും ലാബ് പ്രവർത്തിക്കുന്നുണ്ടായി. കഴിഞ്ഞ ദിവസമാണ് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. കുറേ നാളുകളായിട്ട് അത് നിന്നിരിക്കുകയായിരുന്നു. ആശുപത്രിയിൽ 2 ആംബുലൻസുകൾ ഉണ്ടായിരുന്നു. ഇവ കട്ടപ്പുറത്തായിട്ട് വർഷങ്ങളായി. സ്വകാര്യ ആംബുലൻസ് സർവീസുകളാണ് ഇപ്പോൾ രോഗികൾക്ക് ആശ്രയം. അതേസമയം ആശുപത്രിയിലെ പോരായ്മകൾ പരിഹരിച്ചു വരികയാണെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കുന്നു. നല്ലൊരു ബിൽഡിംഗ് നമ്മൾ പണിത് വരുന്നുണ്ട്. പക്ഷേ മുകളിലുള്ള കെട്ടിടങ്ങൾ ഇപ്പം നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 38% പൂർത്തിയായിട്ടുണ്ട്. ഉടനെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്നു. എന്തോ ഫണ്ടിന്റെ അപര്യാപ്തം മൂലം താൽക്കാലികമായിട്ട് ഇത് ഇപ്പം തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് ശരിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഈ OP എല്ലാം ഈ പുതിയ കെട്ടിടത്തിലേക്ക് വെച്ച് സൗകര്യങ്ങൾ വളരെയധികം കൂട്ടാൻ പറ്റും എന്നുള്ള അവസ്ഥയിലാണുള്ളത്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും എന്നാണ് ഒരു പ്രതീക്ഷ ഉള്ളത്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്നായിരുന്നു 8 മാസം മുൻപ് ഇവിടം സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാഗ്ദാനം. മന്ത്രിയുടെ പ്രഖ്യാപനം വന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാത്തത് ഗുരുതര വീഴ്ച. നെല്ലിമൂട് സ്വദേശികൾക്ക് രോഗം പകർന്നു എന്ന് സംശയിക്കുന്ന കുളത്തിൽ നിന്നുള്ള സാമ്പിളുകൾ വിദഗ്ധ പരിശോധന നടത്താത്തതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ നില മെച്ചപ്പെട്ടതോടെയാണ് ആരോഗ്യവകുപ്പിന്റെ അലംഭാവം എന്നാണ് ആക്ഷേപം. തിരുവനന്തപുരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരബാധയിൽ ഉറവിടം പോലും കണ്ടെത്താനാകാത്ത ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കുളത്തിൽ പ്രാഥമിക പരിശോധന നടത്തിയെങ്കിലും ഫലം നെഗറ്റീവായിരുന്നു. തുടർന്ന് സാമ്പിൾ വിദഗ്ധ പരിശോധന നടത്തണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. നിലവിൽ 1 മരണം ഉൾപ്പെടെ 9 കേസുകൾ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 8 പേർ നെയ്യാറ്റിൻകര സ്വദേശികളാണ്. ഇവർക്ക് നേരിട്ട് ബന്ധമുള്ള കുളമാണ് അതിയന്നൂർ കണ്ണറവിളയിലെ കാവിൻകുളം. ഒരു ദിവസം 60ഓളം പേരാണ് വിവിധ ആവശ്യങ്ങൾക്കായി കുളം ഉപയോഗിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ. ആശുപത്രി കിടക്കുന്നവരെല്ലാവരും ഈ കുളത്തിൽ നിന്ന് കുളിച്ചവരാണ്.
എല്ലാവരും തന്നെ അത് അവർ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. പക്ഷേ ഇതിലെ ഫലം നെഗറ്റീവായി വന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഞങ്ങൾ DMA കണ്ടപ്പോൾ DMA പറഞ്ഞത് എടുത്ത സാമ്പിളിൻ്റെ വിഷയം ചിലപ്പോൾ മിസ്റ്റേക്ക് കൊണ്ടാകാം, കാരണം എല്ലായിടത്തും അമീബ വരണമെന്നില്ല. ഈ കുളത്തിൽ തന്നെ എടുത്ത സാമ്പിളിൻ്റെ എന്തെങ്കിലും വിഷയം കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഒന്നും കൂടെ ഇവിടെ നിന്ന് തന്നെ വന്ന് നല്ല രീതിയിൽ, അതായത് നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞ അതേ രീതിയിൽ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഇത് വെള്ളം സാമ്പിൾ എടുത്ത് പരിശോധിക്കാമെന്നാണ് DMO ഞങ്ങൾക്ക് തന്നേക്കുന്ന അറിയിപ്പ്. കാവിൻകുളത്തിലെ വെള്ളം എത്തിച്ചേരുന്ന തൊട്ടടുത്തുള്ള ജല അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കുന്ന പറച്ചേക്കുളത്തിലും അമീബയുടെ സാന്നിധ്യമുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നു. എന്നാൽ ഇതിന്റെ പരിശോധനാ ഫലവും വൈകുകയാണ്. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ മാത്രം ഇത്രത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ആശങ്ക നിലനിൽക്കുമ്പോഴും ആരോഗ്യവകുപ്പ് ഉറവിടം കണ്ടെത്തുന്നതിൽ അനാസ്ഥ തുടരുകയാണ്. അതിനിടെ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും പരിശോധനകൾ ഏകോപിപ്പിക്കേണ്ട ലാബ് ഓഫീസർ തസ്തികകളിലേക്ക് ഒരാളെപ്പോലും നിയമിക്കാതെ സർക്കാർ. ജില്ലകളിൽ DLOമാർ ഇല്ലാത്തതിനാൽ സാമ്പിൾ പരിശോധനകളിൽ ഗുരുതര കാലതാമസമാണ് ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് വിവിധ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. ഈ സാഹചര്യത്തിലും 14 ജില്ലകളിലും പരിശോധനകൾ ഏകോപിപ്പിക്കേണ്ട ജില്ലാ ലാബ് ഓഫീസർ തസ്തികയിലേക്ക് സർക്കാർ നിയമനം നടത്തിയിട്ടില്ല. DLOമാർ ഇല്ലാത്തതിനാൽ സാമ്പിളുകളുടെ വിദഗ്ധ പരിശോധനയ്ക്ക് ഗുരുതര കാലതാമസം നേരിടുകയാണ്. ലാബ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പുറമെ വൈറസുകളുടെ വകഭേദം കണ്ടെത്തുന്നതും ദുരന്ത മേഖലയിൽ താൽക്കാലിക ലാബ് ഉൾപ്പെടെ സജ്ജമാക്കേണ്ടതും DLOമാരുടെ ചുമതലയാണ്. മാത്രമല്ല സംസ്ഥാനത്തെ പ്രതിദിന പകർച്ചവ്യാധി കണക്കുകൾ ശേഖരിക്കുന്നതും DLOമാരാണ്. അതോടൊപ്പം ഹൈറിസ്ക് രോഗ സാമ്പിളുകൾ പരിശോധിക്കുന്ന പബ്ലിക് ഹെൽത്ത് ലാബുകളിലും ജനറൽ ആശുപത്രിയിലും 25ഓളം ജൂനിയർ സയന്റിഫിക് ഓഫീസർ തസ്തികയുണ്ടെങ്കിലും ആകെ നിയമിച്ചിട്ടുള്ളത് 3 പേരെ മാത്രമാണ്. ജനം, തിരുവനന്തപുരം. ആലപ്പുഴ തകഴിയിൽ നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചിട്ട കേസിൽ 2 യുവാക്കളെ പൂച്ചാക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ചേർത്തല പൂച്ചാക്കൽ സ്വദേശിയായ യുവതി പ്രസവിച്ച കുഞ്ഞിനെയാണ് കൊലപ്പെടുത്തിയത്. രക്തസ്രാവത്തെ തുടർന്ന് യുവതി ആശുപത്രിയിൽ എത്തിയതോടെയാണ് കൊലപാതക വിവരം പുറത്തുവന്നത്. പൂച്ചാക്കൽ സ്വദേശിയായ അവിവാഹിതയായ യുവതിയെ രക്തസ്രാവത്തെ തുടർന്ന് 8-ാം തീയതിയാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വയറുവേദനയാണെന്ന് മാത്രമാണ് ഡോക്ടർമാരോട് പറഞ്ഞത്. സംശയം തോന്നിയ ആശുപത്രി ജീവനക്കാർ കൂടുതൽ ചോദിച്ചപ്പോൾ പ്രസവിച്ചെന്നും കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഏൽപ്പിച്ചെന്നും വ്യക്തമാക്കി. യുവതിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതോടെ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് പ്രസവിച്ച ശേഷം കുഞ്ഞിനെ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയത്. തുടർന്ന് പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്ന തോമസ് ഔസേഫിനെയും ഇയാളുടെ സുഹൃത്ത് അശോകിനെയും പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി ഒരു 10:30 കഴിഞ്ഞപ്പോഴാണ് പൂച്ചാക്കൽ പോലീസുകാർ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുള്ളത്. ഇന്ന് 2 കുട്ടികളെ, ഒന്ന് തകഴി തിരുപ്പാലയിലുള്ളൊരു പയ്യനെയും ഇവിടെ 10-ാം വാർഡിൽ ഒരു പയ്യനെയും കൂടെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനെ കുഴിച്ചിട്ടു എന്ന് കരുതുന്ന തകഴി കുന്നുമയിലെ സ്ഥലത്ത് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കുട്ടിയെ കൊലപ്പെടുത്തിയതാണോ പ്രസവത്തിൽ മരിച്ചതാണോ എന്നത് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ വ്യക്തമാകൂ. യുവതി ആശുപത്രിയിൽ ചികിത്സയെ തുടരുകയാണ്. പെൺകുട്ടി തോമസുമായി 1.5 വർഷമായി അടുപ്പത്തിലാണ്. ഗർഭിണിയാണ് എന്ന വിവരം വീട്ടുകാരെ അറിയിച്ചിരുന്നില്ലെന്നും പോലീസ് പറയുന്നു. ജനം, ആലപ്പുഴ. അടിമാലി മിനി ഫയർ സ്റ്റേഷനാക്കി ഉയർത്തണമെന്ന ആവശ്യവുമായി പൊതുപ്രവർത്തകർ. അടിമാലി ഉൾപ്പെടെ 5 പഞ്ചായത്തുകളിൽ പൂർണ്ണമായും 3 പഞ്ചായത്തുകളിൽ ഭാഗികമായും അടിമാലി മിനി ഫയർ സ്റ്റേഷന്റെ സേവനം എത്തുന്നുണ്ട്. നിലവിലുള്ള ജീവനക്കാർക്ക് അമിത ജോലിഭാരമാണ് ഇപ്പോഴുള്ളത്. മിനി ഫയർ സ്റ്റേഷനായി ഉയർത്തിയാൽ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഉൾപ്പെടെ 23ഓളം ജീവനക്കാരാണ് അടിമാലി മിനി ഫയർ സ്റ്റേഷനിലുള്ളത്. അടിമാലി, വെള്ളത്തൂവൽ, മാങ്കുളം, കൊന്നത്തടി, രാജാക്കാട് പഞ്ചായത്തുകളിൽ പൂർണ്ണമായും, വൈസൻവാലി, സേനാപതി, രാജകുമാരി പഞ്ചായത്തുകളിൽ ഭാഗികമായും അടിമാലി മിനി ഫയർ സ്റ്റേഷൻ യൂണിറ്റ് സേവനം ലഭ്യമാക്കേണ്ടതായുണ്ട്. ഈ പരിധിക്കുള്ളിൽ നടത്തേണ്ട ഇടപെടലുകളും സേവനങ്ങളും പലപ്പോഴും നിലവിലുള്ള ജീവനക്കാർക്ക് അമിത ജോലിഭാരം നൽകുന്നു. ഈ സാഹചര്യത്തിലാണ് അടിമാലി മിനി ഫയർ സ്റ്റേഷനാക്കി ഉയർത്തണമെന്ന ആവശ്യമുയരുന്നത്. ഈ കാലം അത്രയും ഏതാണ്ട് വളരെ ചുരുക്കം ആളുകളെ, സ്റ്റാഫിനെ മാത്രമാണ് അവിടെ നിയമിച്ചത് ആദ്യകാലത്ത്. അതിനുശേഷം കുറച്ചു പേരെ കൂടെ നിയമിച്ചു. എങ്കിൽ പോലും അവർക്ക് വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം 5 പഞ്ചായത്തുകളിലേക്ക് ഓടുന്നതിന് വേണ്ടി 10-20 സ്റ്റാഫിനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല.
ഏതാണ്ട് 40ഓളം സ്റ്റാഫുകളെ നിയമിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. മിനി ഫയർ സ്റ്റേഷനായി ഉയർത്തിയാൽ 40-നടുത്തേക്ക് ജീവനക്കാരുടെ എണ്ണം ഉയരും. ഇത് നിലവിലുള്ള ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാൻ സഹായിക്കും. രാജാക്കാട്, നേര്യമംഗലം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പുതിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മുൻപ് പ്രഖ്യാപനം വന്നിരുന്നു. ഈ 2 യൂണിറ്റുകൾ കൂടി യാഥാർത്ഥ്യമാക്കിയാൽ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ദൂരപരിധി കുറയ്ക്കാനാകുമെന്നും അഭിപ്രായമുണ്ട്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി. കോഴിക്കോട് വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കുടുംബത്തെയും സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. പഞ്ചായത്ത് പ്രസിഡന്റ് സുരയ്യ നൽകിയ പരാതിയിൽ അത്തോളി പോലീസ് കേസെടുത്തു. ഉള്ളിയേരി കോഴിക്കോട് റൂട്ടിലോടുന്ന വരദാനം ബസ്സിലെ കണ്ടക്ടർ, തുരുത്തിയാട് സ്വദേശി മുഹമ്മദ് നിഹാൽ, ഉള്ളിയേരി സ്വദേശി സുഹൈൽ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പ്രസിഡന്റും കുടുംബവും കാറിൽ സഞ്ചരിക്കുമ്പോൾ ബസ് തെറ്റായ ദിശയിലൂടെ വന്നത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം. ഉള്ളിയേരി വെച്ചുണ്ടായ ഒരു ബസ് റൂട്ടിൽ റോങ്ങായി വരികയും അവരുടെ തെറ്റായ പ്രവണതയെ നിങ്ങൾക്ക് മാത്രം പോയാൽ മതിയോ എന്നുള്ള രൂപത്തിൽ ചോദ്യം ചെയ്തതിന് എൻ്റെ വണ്ടി ഓടിച്ചിരുന്ന പേരക്കുട്ടിയെ ആക്രമിക്കാൻ വരികയും അതോടനുബന്ധിച്ച് ഞാൻ അവരുമായിട്ട് അവനെ അടിക്കുന്നത് തടുത്ത് നിർത്തിയപ്പം ചെറിയ പരിക്കുകളോടെ ഞാനും മോനും രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സായി ഗ്രാമത്തിൻ്റെ നേതൃത്വത്തിൽ അടൂരിൽ സൗജന്യ ഡയാലിസിസ് സെന്റർ വരുന്നു. ഇതിനായുള്ള ആലോചനാ യോഗം അടൂർ ലയൺസ് ക്ലബ്ബിൽ നടന്നു. ശബരിഗിരി ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജീവിതാളം പദ്ധതിയുടെയും സായി ഗ്രാമത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത്. ഇതിനു പുറമെ പാലിയേറ്റീവ് കെയർ യൂണിറ്റും ആരംഭിക്കും. സൊസൈറ്റി പ്രൊമോട്ടർ ജയ്സൂര്യ ഗംഗാധരൻ അധ്യക്ഷനായ യോഗത്തിൽ KN ആനന്ദ്കുമാറും പങ്കെടുത്തു. ഡയാലിസിസ് കിറ്റും മരുന്നുകളും ശബരിഗിരി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യമായി വിതരണം ചെയ്തു. ഡോക്ടർ സുശീലൻ, ഫാദർ തോമസ്, ആദർശ്, ക്രൈംബ്രാഞ്ച് DYSP സുനിൽകുമാർ, കേശവ മോഹൻ എന്നിവർ സംസാരിച്ചു. തപസ്യ കലാസാഹിത്യവേദിയുടെ സംസ്ഥാന പഠന ശിബിരത്തിന് തുടക്കമായി. കൊല്ലം പുതിയകാവ് സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന പരിപാടി ചലച്ചിത്ര നടനും നാടക സംവിധായകനുമായ EA രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ വീണ്ടെടുക്കാനുള്ള ദൗത്യം തപസ്യ ഏറ്റെടുക്കണമെന്ന് EA രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. കാർഷിക സംസ്കാരം അന്യമാകുന്ന കേരളത്തെ വീണ്ടെടുക്കുവാനുള്ള ഉത്തരവാദിത്വം തപസ്യ ഏറ്റെടുക്കണമെന്ന ചലച്ചിത്ര നടനും നാടക സംവിധായകനുമായ EA രാജേന്ദ്രൻ പറഞ്ഞു. തപസ്യയുടെ സംസ്ഥാന പഠന ശിബിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബ ബന്ധങ്ങൾ തകരുന്ന സംസ്ഥാനമായി കേരളം മാറി. കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നു. അടിസ്ഥാനപരമായി കാർഷിക ചിന്തകൾ ഇല്ലാത്തതാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകൾ നടക്കുന്ന സ്ഥലം നമ്മുടെ കൊച്ചു കേരളമാണ്. അത് നിങ്ങൾക്കറിയും. ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന കേരളത്തിലെ 30% കുറ്റകൃത്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലം. എന്താ അത്? അടിസ്ഥാനപരമായ കാർഷിക ചിന്തകൾ ഇല്ലാത്തതുകൊണ്ടാണ്. ബംഗ്ലാദേശിൽ നടക്കുന്ന വംശഹത്യയിൽ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞ രാജേന്ദ്രൻ വിദേശ രാജ്യങ്ങളിൽ ഭാരതീയർക്ക് ലഭിക്കുന്ന പരിഗണന നരേന്ദ്രമോദിയുടെ ഭരണ നൈപുണ്യത്തിന്റെ മികവാണെന്നും വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ നടന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അധികാര കൈമാറ്റമല്ല. അസ്വസ്ഥരായ ആളുകൾക്ക് പുറത്തേക്ക് അവർ കാണിച്ചതാണ്. ചെറുപ്പക്കാരാണ് നേരിടുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. പക്ഷെ അങ്ങനെ സംഭവം നടന്നു. അത് നമ്മുടെ ഒരു ഭാഗമായ സ്ഥലത്താണ് അത് നടന്നത്. നമ്മൾ ഇന്ത്യക്കാര് ആണ് എന്നുള്ള കാര്യത്തിൽ ആദ്യം നമ്മൾക്ക് അഭിമാനം വേണം. അത് ഈ അടുത്ത കാലത്താണ് നമുക്ക് അങ്ങനെ ഒരു അഭിമാന ഉണ്ടാക്കിയത്. അതിൽ ഞാൻ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഞാൻ തപസ്യ സംസ്ഥാന കാര്യാധ്യക്ഷൻ പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തപസ്യയുടെ അംഗത്വം EA രാജേന്ദ്രൻ ഏറ്റുവാങ്ങി. പൊതുകാര്യദർശി KT രാമചന്ദ്രൻ, ഉപാധ്യക്ഷൻ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, ചലച്ചിത്ര സംവിധായകൻ രഞ്ജിലാൽ ദാമോദരൻ, സംസ്കാർ ഭാരതി കേന്ദ്ര സമിതി അംഗം K ലക്ഷ്മിനാരായണൻ,
തപസ്യ സംസ്ഥാന ഉപാധ്യക്ഷൻ എസ് രാജൻ ബാബു, സംസ്ഥാന സെക്രട്ടറി ആർ അജയകുമാർ എന്നിവർ സംസാരിച്ചു. ജനം, കൊല്ലം. ഹിൻഡൻബർഗിന്റെ പുതിയ ആരോപണം തള്ളി അദാനി ഗ്രൂപ്പ്. സെബി ചെയർപേഴ്സൺ മാധബി ബുച്ചയുമായി ബിസിനസ് ബന്ധമില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദാനി ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഹിൻഡൻബർഗിന്റെ നീക്കം അന്വേഷിക്കണം. ജനുവരിയിൽ സുപ്രീം കോടതി തള്ളിപ്പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കുന്നതെന്നും അദാനി ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടി. NCP MP സുപ്രിയ സുലെയുടെ ഫോണും വാട്സാപ്പും ഹാക്ക് ചെയ്തതായി പരാതി. MP തന്നെയാണ് ഇക്കാര്യം സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചത്. തന്നെ വിളിക്കുകയോ സന്ദേശം അയക്കുകയോ ചെയ്യരുതെന്നും സുപ്രിയ സുലെ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയെന്നും സുപ്രിയ സുലെ പോസ്റ്റിൽ പറയുന്നു. താരസംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നൃത്ത ശില്പശാലയ്ക്ക് തുടക്കം. പരിപാടിയുടെ ഉദ്ഘാടനം അമ്മ പ്രസിഡന്റ് മോഹൻലാൽ നിർവഹിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാലയ്ക്ക് നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി നേതൃത്വം നൽകും. ചോദിച്ചപ്പോൾ ഇത് നൃത്തം മാത്രമല്ല, അഭിനയ രസങ്ങളാണ്. നമ്മുടെ ജീവിതം മുഴുവൻ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ആണ്. എക്സ്പ്രഷനിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഒരു ദിവസം നമ്മൾ പലതരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പം നൃത്തം മാത്രമല്ല, അതിലുള്ള അഭിനയം. അങ്ങനെ 2 ദിവസത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞാണ്. ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി ആദ്യമായാണ് താരസംഘടനയായ അമ്മ നൃത്തശില്പശാല സംഘടിപ്പിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട 30ഓളം നൃത്ത കലാകാരന്മാരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. കലാകാരന്മാർക്ക് കൂടുതൽ ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ശില്പശാല സംഘടനയുടെ പൊതുജനക്ഷേമ പദ്ധതികളുടെ തുടക്കം മാത്രമാണെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു. പൊതുജനങ്ങൾക്ക് കൂടി അവർക്ക് കൂടി ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊരു ആശയം ഞങ്ങളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്സ് ആദ്യം ഒന്ന് തുടങ്ങി നോക്കാം. ആദ്യം ഞങ്ങളിങ്ങനെ ഇത് റെഗുലറായിട്ട് ഇത്തരം ക്ലാസ്സുകൾ നടത്തുന്ന, അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അഭിനയം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോഴും നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾ അതിന് ഉതകുന്നതല്ല. 2 ദിവസമായി ഒരുക്കിയിരിക്കുന്ന ക്ലാസുകൾക്ക് നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി നേതൃത്വം നൽകും. ജനം, കൊച്ചി. കെട്ടിട നികുതി പിരിവിലെ അനാസ്ഥയിൽ കൊച്ചി കോർപ്പറേഷന് ഹൈക്കോടതിയുടെ വിമർശനം. നികുതി വരുമാനം എവിടെയോ ചോരുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി. നികുതി ഇനത്തിൽ ഇപ്പോൾ കിട്ടുന്നതിന്റെ ഇരട്ടി കൊച്ചി കോർപ്പറേഷന് ലഭിക്കേണ്ടതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു നികുതി പിരിവിലെ അനാസ്ഥയുണ്ടെന്ന ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. കോർപ്പറേഷൻ വസ്തുനികുതി പിരിവ് ഊർജിതമാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. കൊച്ചി കോർപ്പറേഷന് ആകെ നികുതിയായി ലഭിക്കുന്ന തുക 250 കോടി രൂപയാണ്. എന്നാൽ നിരവധി വാണിജ്യ സ്ഥാപനങ്ങൾ ഉള്ള നഗരത്തിൽ ഇത്രയും നികുതി വരുമാനം ലഭിച്ചാൽ പോരെന്നും എവിടെയോ ചോരുന്നുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പാർക്കിങ്ങിനായി നീക്കിവെക്കേണ്ട സ്ഥലത്തൊക്കെ നിയമം ലംഘിച്ച് മുറികളും മറ്റും പണിത് വാണിജ്യ കെട്ടിടങ്ങളാക്കി മാറ്റുന്നുവെന്നും ഹൈക്കോടതി കൊച്ചി കോർപ്പറേഷന് നേരെ വിമർശനമുയർത്തി. വസ്തുനികുതി സംബന്ധിച്ച് എത്ര നോട്ടീസുകൾ അയച്ചെന്നും എത്ര കേസുകൾ ഫയൽ ചെയ്തെന്നും ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. അതേസമയം വസ്തുനികുതിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വർധനയുണ്ടെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. എല്ലാ വാണിജ്യ സ്ഥാപനങ്ങൾക്കും പാർക്കിംഗ് സ്ഥലമില്ലെന്നും വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്യുന്നുവെന്നും കൊച്ചി കോർപ്പറേഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞു. ജനം, കൊച്ചി. കാടില്ലാത്ത ആലപ്പുഴയിൽ മൃഗങ്ങളുടെ ശല്യമില്ലെങ്കിലും പാമ്പുകൾ ധാരാളമുണ്ട്. എന്നാൽ ഇനി ആലപ്പുഴക്കാർക്ക് പാമ്പിനെ കണ്ടാൽ പേടി വേണ്ട, പിടികൂടാൻ ആൾ റെഡിയാണ്. പാമ്പിനെ കണ്ടാൽ അറിയിച്ചാൽ മാത്രം മതി. പാമ്പുകളെ പിടികൂടാൻ ജില്ലയിലെ 16 പേർക്ക് കൂടി വനംവകുപ്പ് പരിശീലനം നൽകി. പാമ്പിനെ എങ്ങനെ ശാസ്ത്രീയമായി പിടിക്കാം, പിടിച്ചു കഴിഞ്ഞാൽ ഇവയെ എന്ത് ചെയ്യണം, ഇതായിരുന്നു പരിശീലനത്തിൽ പ്രധാനപ്പെട്ടത്. 3 വർഷത്തിലധികമായി പാമ്പിനെ പിടിക്കാൻ വനം വകുപ്പ് പരിശീലനം നൽകുന്നുണ്ട്. നാട്ടുകാരുടെയും ഒപ്പം പാമ്പുകളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണിത്. ക്ലാസ് വളരെ മനോഹരമായിരുന്നു. കുറച്ചുകൂടെ നന്നായിട്ട് നമ്മൾ സെം 2 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്നേക്സിനെ പറ്റിയൊക്കെ.
അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മളിവിടെ വന്ന് ക്ലാസ് കേൾക്കുമ്പം കുറച്ചുകൂടെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന ഒരു രീതി, അത് പറഞ്ഞു തരുന്ന അൻവർ സാറ്, പിന്നെ ഇവരുടെയൊക്കെ ഒരു പറഞ്ഞു തരുന്ന വാക്കുകൾ, അതുപോലെ തന്നെ ആ വിഷ്വല് കാണിച്ചിട്ട് എങ്ങനെയാണ് മനസ്സിൽ തന്നെ നമ്മളൊരു ട്രെയിൻഡായി വരുന്നുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഭയങ്കര റെസ്പെക്റ്റോട് തന്നെ അത് ചെയ്യുന്ന കാര്യത്തിൽ വളരെ പ്രിസിസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സംസ്ഥാനത്തൊട്ടാകെ 1500ഓളം പേർക്കാണ് പാമ്പ് പിടുത്തത്തിൽ വനം വകുപ്പ് ഇതുവരെ പരിശീലനം നൽകിയിട്ടുള്ളത്. ഇവർ നാട്ടിൽ നിന്ന് പ്രതിവർഷം 12,000-ലധികം പാമ്പുകളെ പിടികൂടുന്നുമുണ്ട്. പരിശീലനം നേടാൻ ആഗ്രഹമുള്ളവർ വനം വകുപ്പിന്റെ സാമൂഹിക വനവൽക്കരണ ഓഫീസിൽ അപേക്ഷ നൽകണം. അല്ലെങ്കിൽ സർപ്പ എന്ന ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക. നാട്ടിലെ പാമ്പ് പിടുത്തക്കാരുടെ മൊബൈൽ ഫോൺ നമ്പറും സർപ്പ ആപ്പിൽ ലഭ്യമാണ്. ഇനി എവിടെയെങ്കിലും പാമ്പിനെ കണ്ടാൽ ആരും തല്ലിക്കൊല്ലാൻ നിൽക്കണ്ട. സർപ്പ ആപ്പിൽ നിന്നും പാമ്പ് പിടുത്തക്കാരുടെ നമ്പർ എടുക്കുക, വിളിക്കുക. ജനം, ആലപ്പുഴ. പാരീസിൽ ഇന്ന് കൊടിയിറക്കം. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരശ്ശീല വീഴും. ഫ്രഞ്ച് തലസ്ഥാനത്ത് നടക്കുന്ന ഗംഭീരമായ സമാപന ചടങ്ങോടെയാണ് തിരശ്ശീല വീഴുക. അത്ലറ്റ് പരേഡും അടുത്ത ഒളിമ്പിക്സിന് വേദിയാകുന്ന ലോസ് ഏഞ്ചൽസ് അധികാരികൾക്ക് ഒളിമ്പിക് പതാകയുടെ കൈമാറ്റവും വിവിധ കലാപരിപാടികളും അരങ്ങേറും. വെങ്കല മെഡലുകൾ നേടിയ മനു ഭാക്കറും PR ശ്രീജേഷുമാണ് സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാകയേന്തുക. അതേസമയം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും അവസാനിച്ചു. 6 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 1 വെള്ളിയും 5 വെങ്കലവുമാണ് ഉള്ളത്. പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് വെള്ളി മെഡൽ നേടുമോ എന്നറിയാൻ ചൊവ്വാഴ്ച വരെ കാത്തിരിക്കണം. ചൊവ്വാഴ്ച രാത്രി 9:30 മുൻപാകും ലോക കായിക തർക്ക പരിഹാര കോടതി വിധി പറയുക. 7-ാം തീയതി ഗുസ്തി ഫൈനലിന് മുൻപായി നടത്തിയ ഭാരപരിശോധനയിൽ 100 ഗ്രാം ഭാരം കൂടിയതിൻ്റെ പേരിലാണ് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ടത്. തുടർന്ന് വെള്ളി മെഡൽ പങ്കിടണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് കോടതിയിൽ അപ്പീൽ നൽകിയത്. 9ാമത് കേരള ഹോക്കി ജൂനിയർ ആൺകുട്ടികളുടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജില്ലയും പാലക്കാട് ജില്ലയും ഫൈനലിൽ. ഇന്ന് നടക്കുന്ന 3ാം സ്ഥാനക്കാർക്കുള്ള മത്സരത്തിൽ തിരുവനന്തപുരം കൊല്ലത്തെ നേരിടും. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.